സിൽവർ സ്റ്റോമിൽ പോയി ഒന്ന് അടിച്ചു പൊളിച്ചു വന്നാലേ കൂട്ടുകാരെ. അപ്പൊ ഞങ്ങളെ പാർക്കിലെത്തി. ഇനി ബാക്കി വിശേഷങ്ങൾ പാർക്കിൽ കയറി കാണാം. അപ്പൊ ഞങ്ങൾ ആദ്യമൊക്കെ ഒന്ന് റൈഡിലൊക്കെ കവറിയാണ് കയറി. തോണി പോലെയുള്ള ഒരു റൈഡിലാണ് ഫസ്റ്റ് ഞങ്ങൾ കയറിയത് കേട്ടോ. അപ്പൊ ഞങ്ങൾ അടുത്ത റൈഡിൽ ഇതിൽ കയറാൻ നോക്കി, പക്ഷെ ഇതിൽ എനിക്ക് പറ്റില്ല, എനിക്കും പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ട് കയറാൻ പറ്റില്ല കേട്ടോ. ഈ റൈഡ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ഡിസ്പെൻസ് ഒക്കെ ചെയ്യാൻ പറ്റി. ഇത് അങ്ങനെ അടിപൊളിയായിട്ടാണ് പോയിരുന്നത് കേട്ടോ. അടുത്ത റൈഡ് ചെറുതായി തോന്നിയെങ്കിലും പക്ഷെ നല്ല വലുതായിരുന്നു കേട്ടോ. എൻട്രൂഡാലയാണ് കയറിയത്. അപ്പൊ ഗൈസ്, അപ്പൊ ഞങ്ങളിങ്ങനെ കാറിൽ കയറിട്ടോ. കുറച്ച് ഇതായിരുന്നു, പിടിക്കാനൊന്നും നേരം പോലെ പറ്റിയിരുന്നില്ല, എന്നാലും കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ. അടുത്ത റൈഡ് കേട്ടോ ഗൈസ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഞാനും അനിയും കുട്ടിയും പാടെ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്പീഡ് കൂടുതലായിരുന്നു, എന്നാലും കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. അടുത്ത റൈഡ് കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ, എന്നാലും പൊളിച്ചുട്ടോ. കാരണം അടിപൊളിയായിരുന്നു, പക്ഷെ ഞാനത്ര എൻജോയ് ചെയ്തില്ല, കുഴപ്പമുണ്ടായിരുന്നില്ല. അടുത്തത് കേറണ അന്ന് തന്നെ കേട്ടോ ഗൈസ്, നല്ല പേടി കൊടുക്കണി കേട്ടോ കേറിയത്. എന്തൊക്കെ കൊടലും അസ്ഥികൂടങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി സ്ഥലം കേട്ടോ. ഈ സാധനത്തിനൊക്കെ പേടിയാവുണ്ട്, അതിന്റെ ഉള്ളിൽ കൂടെ നടക്കാൻ കുറച്ച് പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഒന്നുകൂടി ഡ്രസ്സായിട്ട് തോന്നിയത് ഈ പാർക്കിൽ വന്നിട്ട് ഈ റൈഡിൽ കയറിയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. ഇത് മാത്രമല്ല കേട്ടോ, മിറർ ഗ്ലാസ് ആണെങ്കിലും എന്തൊക്കെ സാധനം കൂടി ഒക്കെ കയറിയിരുന്നു കേട്ടോ. ഞാന് ഒന്നും ഓർമ്മയില്ല. ഇപ്പൊ ഈ കാണിച്ച സാധനം വസ്തു കൂടെ ഒക്കെ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ, വേറൊന്നും കണ്ടിട്ടില്ല. കുറച്ചൊരു നടന്നു പോയപ്പോ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാള് തനിയും പിടിച്ചിട്ട് മേലേക്ക് ഇങ്ങനെ ആക്കാട്ടോ. അത് കണ്ട് ശരിക്കും ഞാൻ പഠിച്ചു, ഉള്ള കാര്യം പറയാലോ. ഒക്കെ കഴിഞ്ഞു വിചാരിക്കൊണ്ടിരുന്നിട്ടോ. അടുത്തത് എന്തൊരു ഭൂമിയോ അങ്ങനെ എന്റെ ഉള്ളിൽ കൂടെ ഇക്കാകെ തല കറങ്ങിട്ടോ ഒക്കെ പാടായിട്ട് എന്താ ഇപ്പൊ ആലോചിച്ചിട്ടേ. പിന്നെ ഒന്ന് കഴിഞ്ഞപ്പോ തന്നെ അടുത്തേക്ക് പോയിട്ടോ. ഒരു മിറർ ഗ്ലാസ് ചെയ്യുന്നു, അതിൽ വഴി തെറ്റുന്നായിട്ടാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് വഴി ഒന്നും തെറ്റിയില്ല, അടിപൊളി ആയിരുന്നു. പുറത്തേക്ക് എത്തി കേട്ടോ. പിന്നാലെ അനിയും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ ഓരതിക്കിടയിൽ ഞാൻ ശ്രദ്ധിക്കാൻ വിട്ടുപോയിട്ടോ. ഞാൻ എന്റെ കാര്യം നോക്കിയത് അടിപൊളി കേട്ടോ. സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഈ പാർക്കിൽ വന്നിട്ട് കേട്ടോ. അപ്പൊ ഗൈസ്, ഇത് പാർട്ട് 1 ഉണ്ട് കേട്ടോ. ഇത് പാർട്ട് 2 ആയിട്ട് നിങ്ങൾ കാത്തിരിക്കട്ടോ. അടിപൊളിയായിട്ട് കാണേണ്ട ഒരു പാർക്ക് തന്നെയാണ് കേട്ടത്.